ആഴിൻ ആഴങ്ങളിൽ അകലെ ആഴങ്ങളിൽ നിന്നും തീരത്തടുക്കുന്ന മത്സ്യയാനങ്ങൾ ഓരോ തീരവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമല്ല, ജീവിതങ്ങളുമാണ്. പ്രതീക്ഷ നൽകുന്ന കടൽ ആകസ്മികമായി ദുരന്തങ്ങളും നൽകുന്നു. എന്നാൽ ഇതിലൊന്നും അടിപതറാതെ പ്രാർത്ഥനയുടെ വിശ്വാസവും ദൈവം നൽകുന്ന കരുത്തിൽ ഉലയാതെ മുന്നോട്ടു പോകുന്ന ജീവിതമാണ് കടൽ മക്കളുടേത്. അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെയുള്ള യാത്രയാണ് ആഴിയിൻ ആഴങ്ങളിൽ. പാരമ്പര്യ മത്സ്യത്തൊഴിൽ സ്വീകരിച്ച പൂന്തുറ സ്വദേശി ലോറൻസ് 2017 നവംബർ 29 ഉൾക്കടലിൽ ചുഴറ്റിയടിച്ച ഓഖി ദുരന്തത്തിൽ നിന്നും ദൈവകൃപയുടെ തണലിൽ രക്ഷപ്പെടുകയായിരുന്നു. എൻ്റെ കർത്താവ് എന്നെ വിട്ടുകൊടുത്തില്ല ഒരിക്കലും. ആഴിയിൻ ആഴങ്ങളിലൂടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് മത്സ്യത്തൊഴിലാളിയായ ലോറൻസ്. ഓഖി ദുരന്തത്തിൽ ലാസ്റ്റായിട്ട് കിട്ടിയ ആളാണ്. അപ്പോൾ പണിക്ക് പോയപ്പോൾ രാത്രി ഒരു 8 മണി വരയ്ക്കും തീരെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ 8 മണിക്ക് ശേഷം ഈ കരയിൽ നിന്ന് വരുന്ന കാറ്റ് നല്ല കാറ്റായിരുന്നു. അപ്പോൾ കാറ്റും നല്ല കടലിൽ നല്ല ഓളവും പിന്നെ ഈ ചെറിയ മഴയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വള്ളത്തിൽ ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു, ഇരിക്കാൻ പറ്റൂല. ഞങ്ങൾ 32 പേരാണ് ഒരുമിച്ച് പോയത്. പക്ഷേ ഞങ്ങൾ 2 പേര് മാത്രമേ ഒരു വള്ളത്തിലുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഇരുന്ന ആളുടെ പേരും ലോറൻസാണ്. അപ്പോൾ ഈ നേരം വെളുത്ത് ഞങ്ങൾ വള്ളം ഓടി വന്നപ്പോൾ പിന്നെ വള്ളത്തിനൊന്നും കാണാനില്ല, ഞങ്ങളുടെ കൂടെ വന്ന വള്ളത്തെ കാണാനില്ല. നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂട്ടത്തുള്ള വേറെ 2 വള്ളം ഞങ്ങളുടെ കരയ്ക്ക് പോകുന്നതായിട്ട് ഞങ്ങൾ കണ്ട്. അപ്പോൾ ഞാൻ ഈ ലോറൻസിനോട് പറഞ്ഞു, ലോറൻസാണ് എഞ്ചിൻ ഇരിക്കുന്നത്, ഞാൻ CPS ആണ് കയ്യിൽ വെച്ചിരിക്കുന്നത്, കമ്പ്യൂട്ടർ. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ ലോറൻസെ, നമ്മളുടെ പൂന്തറയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ കമ്പ്യൂട്ടറിൽ കാണുന്ന രീതിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കര എത്താൻ പറ്റില്ല. അപ്പം നമ്മൾ കുറച്ചുകൂടെ കര ഇറക്കി പോയാലേ നമുക്ക് കര എത്താൻ പറ്റും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് അത് ശരി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, നമുക്കിപ്പോൾ കര പെട്ടെന്ന് എത്താൻ പറ്റില്ല, ഇരിക്കുന്ന വലിയ എഞ്ചിനും കൂടെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കരയ്ക്ക് പോവാം. അപ്പോൾ പുള്ളി പറഞ്ഞ്, പിന്നെ വലിയ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ഓടിയാൽ ഈ വള്ളം പൊട്ടിപ്പോകും, അത്രയും ഓളമുണ്ട്, അപ്പോൾ അത് വേണ്ട എന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കരയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ മഴയോട് കൂടി തന്നെ ഈ ചുഴലിക്കാറ്റ് വന്ന പാടെ തന്നെ ഞങ്ങൾക്ക് വള്ളം അങ്ങോട്ടും ഓടാൻ പറ്റില്ല, ഇങ്ങോട്ടും ഓടാൻ പറ്റില്ല, ഏത് ദിശയിലും ഞങ്ങൾക്ക് ഓടാൻ പറ്റില്ല. ഓടണമെങ്കിൽ ഈ കാറ്റ് ഏത് ഭാഗത്ത് ഈ ചുഴലിക്കാറ്റ് പോകുന്നോ ആ രീതിക്ക് തന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റും. പക്ഷേ അങ്ങനെ ഓടിയാൽ ഞങ്ങൾക്ക് ഒരിടത്ത് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വള്ളം അങ്ങനെ തന്നെ കിടക്കുന്നു. അപ്പോൾ ഈ ആങ്കർ എടുത്ത് ഞങ്ങൾ ആങ്കർ ഇട്ടപ്പോഴത്തേക്ക് ആങ്കർ ഈ കാറ്റ് കാരണം വെള്ളത്തിൽ ഇങ്ങനെ അടിച്ച് വരെയാണ്, അത്ര സ്പീഡിൽ ഈ ഒഴുക്കും ഈ കാറ്റുമായിട്ട് ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു 1/4 മണിക്കൂർ ആയില്ല, ഈ ഒരു തിരമാല വന്ന് ടക്കെന്ന് വള്ളത്തിനെ കമത്തിക്കളഞ്ഞു. വള്ളം മറിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല, അങ്ങനെ വള്ളം പിടിച്ച് ഞങ്ങൾ കിടക്കുകയാണ്. അങ്ങനെ വള്ളത്തിൻ്റെ അടിയിൽ ഞങ്ങൾ കിടക്കുകയാണ്. വള്ളത്തിൻ്റെ അടിയിൽ ഈ റോപ്പും പിടിച്ച് തിരമാല വരുമ്പോഴത്തേക്കിടെ ഇങ്ങനെ കുഴിഞ്ഞു കിടക്കുകയാണ്. പറഞ്ഞു കിടക്കുന്ന വള്ളത്തിൻ്റെ മീതെ ഇഴഞ്ഞ് കയറി അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു സെക്കൻഡ് പോലും ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. ബുധനാഴ്ച അന്ന് പണിക്ക് പോയി, വ്യാഴാഴ്ച എന്നാണ് സംഭവിക്കുന്നത്. വെള്ളിയാഴ്ച അന്ന് പിന്നെ നേരം വെളുത്തപ്പോൾ വെളുപ്പാരാവിലെ ഒരു 4:30-5 മണിയോടുകൂടി ഒരു വള്ളം
ഒരു മിന്നുന്ന ഒരു ലൈറ്റും വെച്ച് ഓടി വരുന്നു. ഞങ്ങൾ അലറി വിളിക്കുന്നു. പക്ഷേ വള്ളക്കാർ അത് അവർക്ക് കേൾക്കാൻ സാധ്യമല്ല. കാരണം അവർ ഇഞ്ചിനിൽ ഓടി വരുമ്പോൾ ഇഞ്ചിൻ്റെ സൗണ്ട് അവർക്ക് കിട്ടില്ല. അപ്പോൾ അന്ന് നല്ല തിരമാലയും നല്ല ഓളവും നല്ല കാറ്റും അന്നും ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വള്ളം എവിടെ പോകണമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. ഒഴുക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു, കാറ്റ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അറിയില്ല. അപ്പോൾ ആ സമയത്ത് ഈ വള്ളക്കാർ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നേരെ വെളുത്ത് പിന്നെ അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ രാവിലെ ഒരു 8-8:30 മണിക്ക് കപ്പലുകളൊക്കെ അടുത്തുകൂടെ ഓടിപ്പോകുന്നുണ്ട്. കപ്പലെ ഞങ്ങൾ വിളിക്കുന്നുണ്ട്. പിന്നെ കപ്പൽ ഞങ്ങളുടെ അടുത്ത് വന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്ന് ആ ദിവസം കടന്നു പോയി. പിന്നെ ശനിയാഴ്ച ഒന്നായി. ഇപ്പോൾ രാവിലെ ഒരു 5-5:30 മണിയാവും. ഒരു വള്ളം വലിച്ച് എടുത്തുകൊണ്ട് പോണ്. നമ്മൾ അവരെ അടുത്ത് നീന്തി പോകാം. അപ്പം ഞാൻ പറഞ്ഞ് കടലിൽ ഒരു വള്ളം കാണുന്നില്ല. പിന്നെ പുള്ളി നീ പറയുന്ന വള്ളം അടുത്ത് കാണും. അതാണ്ട് എൻ്റെ കണ്ണിന് കാണയില്ലേ അതാണ്ട് വള്ളം വല വലിച്ചിട്ട് പോണത്. നമുക്ക് നീന്തി പോയാൽ ആ വള്ളത്തിൽ കയറി നമുക്ക് കരയെത്താം. ഞാൻ പറഞ്ഞു എനിക്കൊന്നും കാണില്ല. അപ്പോൾ പുള്ളിക്കാരൻ പറയും ഇയാൾ ഉറങ്ങിയിരുന്ന എങ്ങനെയാണ് കാണാൻ പറ്റുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇത് ശരിയെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്ത് വെള്ളത്തിൽ ചാടി അങ്ങ് പോയി. അപ്പോൾ സാധാരണ നമ്മൾ ഈ കൊച്ചുപ്രായങ്ങളിലൊക്കെ നമ്മൾ കടലിൽ നീന്താൻ പോകുമ്പോൾ കളിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയാണ് ചാടി പോകുന്നത്. പക്ഷെ സാധാരണ ഈ കടലിൽ ഇങ്ങനെയുള്ള അപകടവും മാത്രമല്ല നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ പതുക്കെ നമ്മൾ ഇറങ്ങാറുള്ളൂ. പക്ഷേ പുള്ളിക്കാരൻ എന്താണെന്നറിയില്ല ഒരു ഒറ്റ ചാട്ടം ഇങ്ങനെ ചാടി പുള്ളിക്കാരൻ പോയിക്കൊണ്ടിരുന്ന് ഏകദേശം എനിക്ക് കാണാതെ കുറേ ദൂരം പോയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ശരി ലോറൻസ് പോയല്ലോ, പിന്നെ ഞാനിവിടെ ഇരുന്ന് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങി. അപ്പോൾ വള്ളം പറഞ്ഞാണ് കിടക്കുന്നത്. വള്ളത്തിൻ്റെ മീതെയാണ് ഞങ്ങൾ. വള്ളത്തിൻ്റെ മീതെ ഈ ദിവസം കഴിയും തോറും 2 മിനിറ്റ് 5 മിനിറ്റ് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ വെള്ളത്തിൽ വീണ്ടും ഈ തിരമാല വന്ന് അടിച്ചിടും, വീണ്ടും വന്ന് കയറും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പുള്ളിക്കാരൻ നീന്തി പോയപ്പോൾ പുള്ളിക്കാരനെ കാണാനില്ല. അപ്പം ഞാൻ ചിന്തിച്ച് പുള്ളിക്കാരൻ പോയി, ഇനി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ പതുക്കെ ഇറങ്ങി ഞാൻ നീന്തി ഏകദേശം കുറേ ദൂരം പോയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വള്ളം കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ സമയമായപ്പോൾ പുള്ളിക്കാരൻ തിരികെ വരണമെന്നതുപോലെ എനിക്ക് ചെറുതായിട്ടൊന്ന് കണ്ട്. അപ്പോൾ നേരെ വെളുത്ത് ഞാൻ പറഞ്ഞു എന്ത് ലോറൻസ്, അപ്പോൾ എനിക്ക് സൗണ്ട് കിട്ടുന്നില്ല. എന്നാലും ഞാൻ പതുക്കെ പറയുമ്പോൾ പുള്ളിക്കാരൻ അത് വള്ളം വലയം വലിച്ചുകൊണ്ട് പൊയ്ക്കളഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇനിയും നമുക്ക് കിടന്ന വള്ളവും കൈവിട്ട് ഒരു വള്ളം കാണണമെന്ന് പറഞ്ഞിട്ട് നീന്തിപ്പോയി ആ വള്ളം ഇല്ല എന്ന് പറഞ്ഞ് ആ ഒരു ഭയത്തിൽ എനിക്ക് വള്ളം ഇല്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുമാതിരി അതായത് ജീവൻ പോണതുപോലെ ഇങ്ങനെ എനിക്ക് ജീവൻ പോണതുപോലെ ഇങ്ങനെ ആയി. അപ്പോൾ ആ സമയത്ത് നമ്മൾ താഴോട്ട് പോകേണ്ടതാണ്. പക്ഷേ ദൈവം എന്നെ വിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടുപേരും കൂടെ നീന്താൻ ശ്രമിച്ചപ്പോൾ വള്ളം ഞാൻ കാണാതെ ഇരുന്ന വള്ളം തിരിഞ്ഞു നോക്കിയപ്പോൾ വള്ളം അടുത്ത് തന്നെ കിടക്കണം. അപ്പം ഞാൻ ചിന്തിച്ചത് ഈ വള്ളം ഇത്രയും സമയം ഇല്ലാത്ത വള്ളം നമ്മളുടെ അടുത്ത് എങ്ങനെ വന്നു എന്ന് ഒരു പ്രാവശ്യം ഞാൻ ചിന്തിച്ചു. പക്ഷേ അത് കൂടുതൽ ഞാൻ അങ്ങോട്ട് കടന്നില്ല. എന്താണെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേര് എങ്ങനെയോ ഇഴഞ്ഞ് വള്ളത്തിൽ കയറാൻ പോകുന്ന സമയത്ത് ഒരു കപ്പൽ ഫുള്ളും കണ്ടെയ്നർ കയറ്റി വെച്ചിരിക്കുന്നത് ഒരു ചെറിയ കപ്പലാണ്. ആ കപ്പൽ ഞങ്ങളുടെ വള്ളത്തിൽ ഇടിക്കേണ്ട രീതിക്ക് കപ്പൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കപ്പൽ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ വള്ളത്തിൽ എങ്ങനെയോ ഈ ഇളഞ്ഞ് കയറി ഇരുന്നിട്ട് പുള്ളിക്കാരൻ കൊടി തുഴയുന്ന വങ്കായത്തിൽ പൊക്കി പിടിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ തോർത്തെടുത്ത് ഞാനിങ്ങനെ വീശി അലറിയപ്പോൾ അവരെന്ത് ചെയ്ത് കപ്പൽ കുറച്ചുകൂടെ ഇങ്ങനെ ചെറുതായിട്ട് കറങ്ങി വള്ളത്തിൻ്റെ നേരെ വന്നപ്പോൾ കപ്പൽ കൊണ്ട് നിർത്തിയിട്ട് ജീവൻ പോണതുപോലെ നിലവിളിച്ചിട്ട് കപ്പൽ അങ്ങനെ തന്നെ കിടക്കുന്നു. പക്ഷെ ഒരു 5-6 മിനിറ്റ് കപ്പൽ കിടന്ന് അവർ എന്ത് ചെയ്ത് അവരിപ്പോൾ എങ്ങനെ സ്പീഡിൽ വന്നാൽ ആ സ്പീഡിൽ ചെറിയ സ്പീഡിൽ അങ്ങനെ തന്നെ കപ്പൽ പോയി. അപ്പോൾ കപ്പൽ പോയി ഏകദേശം ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഒരു 11 മണി ആകുമ്പോഴത്തേക്ക് ഒരു ഹെലികോപ്റ്റർ വന്ന് ഞങ്ങളുടെ മീതെ നിന്നിട്ട് അവർ നിൽക്കുകയാണ്. അപ്പോൾ ഈ മീതെ നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ വീശുന്നുണ്ട് തോർത്തെടുത്ത്. പുള്ളിക്കാരൻ ഈ വങ്കായം എടുത്ത് പൊക്കി പിടിച്ചിരിക്കുന്നു. കൊടിയുണ്ട്, അത് തോർത്ത് കെട്ടിരിക്കുന്നു കൊടിയായിട്ട്. ഞങ്ങൾ നിലവിളിച്ച് കരയുന്നു, ഞങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവർ
ഉറ്റു നോക്കുന്നത് ഞങ്ങൾക്ക് കാണാം. അവർ 3 പേരുണ്ടായിരുന്നു. 3 പേര് ഇങ്ങനെ നോക്കുന്നത് ഞങ്ങൾക്ക് കാണാം ഹെലികോപ്റ്ററിൽ. ആഴങ്ങളിൽ പക്ഷെ അവർ ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ല. അവർ പോയി. പിന്നെ ഞങ്ങൾ അതോടുകൂടി മൊത്തത്തിൽ എല്ലാം തളർന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ പോയി കുറച്ച് കഴിഞ്ഞില്ല, ഒരു കപ്പൽ നല്ല സ്പീഡിൽ വരെയാണ് ഞങ്ങളുടെ അടുത്തുകൂടെ വരുന്ന ആ കപ്പൽ. ഞങ്ങൾ നിലവിളിക്കുന്നു, പിന്നെ കൊടി നാട്ടി വെച്ചിരിക്കുന്നു, ഞാൻ തോർത്തെടുത്ത് വീശുന്നു, ഇതെല്ലാം ചെയ്യുമ്പോൾ പക്ഷേ കപ്പൽ നിർത്തിയില്ല. പിന്നെ അതോടുകൂടി ആകെപ്പാടെ ഞങ്ങൾ തളർന്നു. ഈ ശനിയാഴ്ച നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു 11-11:30 മണിയിരിക്കും, നല്ല ഒരു ശക്തമായ മഴ പെയ്തു. അപ്പോൾ ഈ 11-11:30 മഴ പെയ്തപ്പോൾ ഞാൻ പറഞ്ഞ്, ലോറൻസ് മഴ പെയ്തപ്പോൾ നല്ല പിന്നെ വിറയലുണ്ട്. അപ്പോൾ പുള്ളിക്കാരന് ഇങ്ങനെ കടകടാന്ന് വിറയ്ക്കണം, ഞാനും വിറയ്ക്കണം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, കടലിൽ ഇറങ്ങി നമ്മൾ റോപ്പും പിടിച്ച് കിടക്കാം. അപ്പോൾ 2 പേരായിട്ട് കിടന്നാൽ നമുക്ക് ഭയമില്ലല്ലോ, നമുക്ക് കിടക്കാം. അപ്പോൾ പുള്ളിക്കാരൻ പറയും, എന്തിനാണ് കടലിൽ പിന്നെ ഇറങ്ങി കിടക്കാൻ പോകണം, ഇതാണ്ട് ആംബുലൻസ് കിടക്കുകയില്ലേ. അപ്പം ഞാൻ പറഞ്ഞ്, കടലിൽ എങ്ങനെയാണ് ആംബുലൻസ് വരും, അത് ഇയാൾ ഉറങ്ങിയിരുന്നാൽ എങ്ങനെ കാണാൻ പറ്റും, ഇതാ കടലിൽ ആംബുലൻസ് കിടക്കുകയില്ല. പുള്ളിക്കാരൻ മാനസികമായിട്ട് കംപ്ലീറ്റ് തെറ്റിയെന്നുള്ള ഇത് എനിക്കറിഞ്ഞൂടാ. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ശരി നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ പതുക്കെ ഒന്ന് ഇറങ്ങി റോപ്പും പിടിച്ച് ഞാൻ കിടന്ന് ഒരു 20-25 മിനിറ്റോളം കിടന്നപ്പോൾ കടലിൽ കിടക്കുമ്പോഴേ എൻ്റെ കണ്ണ് ഇങ്ങനെ മയങ്ങിപ്പോകും. ഞാൻ ഇങ്ങനെ റോപ്പ് പിടിച്ചിരിക്കുന്ന ഇങ്ങനെ മയങ്ങിപ്പോകും. അപ്പോൾ ഉള്ളിൽ ആരോ വന്ന് പറയുന്നത് പോലെ, നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ നിൻ്റെ കണ്ണ് മയങ്ങുമ്പോൾ നിൻ്റെ കയ്യിലെ പിടി വിട്ടുപോകുമ്പോൾ നമ്മൾ നേരെ താഴോട്ട് പോകും. അപ്പോൾ താഴോട്ട് പോയാൽ നിനക്ക് മീതെ വരാൻ വേണ്ടിയുള്ള ശക്തി നിനക്കില്ല, നീ വള്ളത്തിൽ കയറ് എന്ന് ആരോ വന്ന് എൻ്റെ ഉള്ളിൽ പറയുന്നത് പോലെ. ഞാൻ എന്ത് ചെയ്ത് പതുക്കെ ഒന്ന് വള്ളത്തിൽ ഇളഞ്ഞൊന്ന് കയറാൻ പോയപ്പോൾ ഈ പുള്ളിക്കാരൻ തന്നെ എന്നോട് പറയും, നിങ്ങൾ എന്തിനാണ് വള്ളത്തിൽ കയറാൻ പോണത്, ആംബുലൻസ് കിടക്കുകയില്ല, അതിൽ കയറിയാൽ എന്ത്. ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ കയറി നല്ല രീതിയിൽ ഇരിക്കാനൊന്നും തുടങ്ങിയില്ല. പുള്ളിക്കാരൻ ഒരു ഒറ്റ ചാട്ടം ഇങ്ങനെ ചാടിക്കൊണ്ട് ഞാൻ ആംബുലൻസിൽ പോകാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ ചാടി തീർന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 5 സെക്കൻഡ് പോലും ആയില്ല, തിരികെ വന്നിട്ട് പറയണ്, ഒരു തെറി വിളിച്ചിട്ട് പറയണ്, അത് ആംബുലൻസ് പൊയ്ക്കളഞ്ഞ്, എന്നെ കണ്ടവർ അവൻ പൊയ്ക്കളഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ഈ വള്ളത്തിലെ റോപ്പും പിടിച്ച് ഞാൻ കിടന്ന ഭാഗത്ത് തന്നെ റോപ്പും പിടിച്ച് കിടന്ന ഉടനെ തന്നെ ഞാൻ തന്നെ ഫസ്റ്റിൽ പറഞ്ഞ്, എത്രയോ വാഹനങ്ങൾ വന്ന്. അപ്പോൾ 2 പേരും കരയുന്നു, എത്രയോ വാഹനങ്ങൾ, ഞാനും വള്ളത്തിൻ്റെ മീതെയും പുള്ളിക്കാരൻ. അപ്പോൾ അന്ന് അത്ര ഓളമോ ഒന്നുമില്ല. പക്ഷേ ഈ വള്ളത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ വള്ളത്തിലായിരിക്കുമ്പോഴുള്ള സംഭവമാണ്. അതിനുശേഷം പിന്നെ കടലിലാണ്, കാരണം 5 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റൂല. അപ്പോൾ ഇവന് ഇങ്ങനെ കിടക്കുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞ്, ഇത്രയും വാഹനങ്ങളൊന്നും ആരും നമ്മളെ രക്ഷപ്പെടുത്തിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ പറയും, ഈ ദൈവത്തിന് കണ്ണുണ്ടെങ്കിൽ ഈ വന്ന വാഹനങ്ങൾ ആരെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്തുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ്, ദൈവത്തിന് കണ്ണുണ്ട്, പക്ഷെ നമ്മൾ പിന്നെ കടലിൽ മരിച്ചാലും ആറ്റിൽ മരിച്ചാലും കരയിൽ എവിടെ മരിച്ചാലും ഇടിവെട്ടിൽ മരിച്ചാലും വണ്ടിയിടിച്ച് മരിച്ചാലും നമ്മളുടെ ആത്മാവ് ശുദ്ധി ഉണ്ടെങ്കിൽ അന്ത്യദിനത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് കണ്ണെല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരുന്നപ്പോൾ വീണ്ടും പുള്ളിക്കാരൻ ആദ്യം തന്നെ പറയണം. അപ്പോൾ പിന്നീട് ഞാനൊന്നും മിണ്ടിയില്ല, പുള്ളിക്കാരനൊന്നും മിണ്ടാതെ ഇരുന്ന് ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ സംസാരം 2 പേർക്കും നിന്ന് അപ്പം തന്നെ ഞാൻ ഇനി വീണ്ടും ഉറങ്ങി ഒരു 5 മിനിറ്റ് സമയമായില്ല, എനിക്ക് കണ്ണിൽ മുളിപ്പ് വന്നു. അപ്പോൾ സാധാരണ ഞാൻ വള്ളത്തിൽ ഇരുന്ന് ഉറങ്ങുമ്പോൾ ഈ തിരമാല ഓള വന്ന് എന്നെ തള്ളിയിട്ടാൽ മാത്രമേ ഞാൻ വീണ്ടും പിന്നെ തള്ളിയിട്ട് പിന്നെ ഈ കണ്ണും മുളിക്കും, വീണ്ടും വള്ളത്തിൽ ഞാൻ ഇളഞ്ഞ് കയറും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സംഭവങ്ങൾ ഈ 5 ദിവസവും കടന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അന്ന് ഈ മഴ നിന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ മുളിപ്പ് വന്നു. അന്ന് കടൽ തള്ളിയിട്ടില്ല, ഈ മുളിപ്പ് വന്നപ്പോൾ നോക്കിയപ്പോൾ മഴ തീർന്നു. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കാതെ തന്നെ ഞാൻ പറഞ്ഞു, ലോറൻസ് മഴ തീർന്ന് വള്ളത്തിൽ കയറി, നമുക്ക് ചൂട് കിട്ടാൻ വേണ്ടിയല്ലേ വെള്ളത്തിൽ ഇറങ്ങി കിടന്നത്, ഈ വള്ളത്തിൽ കയറി. അപ്പോൾ അനക്കയില്ല. രണ്ടാമത് വീണ്ടും ഞാൻ പറഞ്ഞു, ലോറൻസ് പിന്നെ ഇത് ഞാൻ പറയണേ കേൾക്കണില്ലേ, വള്ളത്തിൽ കയറി, മഴ തീർന്നു, അനക്കയില്ല. ഞാൻ പതുക്കെ ഒന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ലോറൻസ കണ്ടില്ല എന്നും പറഞ്ഞു. ലോറൻസ് ഇല്ലെന്ന് പറഞ്ഞു. വീണ്ടും ഞാനിരുന്ന് ഉറക്കമാണ്. അപ്പോൾ ഈ ലോറൻസ് ഇല്ല എന്നും പറഞ്ഞ് വീണ്ടും ഞാൻ പോകും, അല്ലെ ഇനി എൻ്റെ ഇതായി എന്നുള്ള ഒരു ചിന്ത എനിക്ക് വരുന്നില്ല. പക്ഷെ ലോറൻസ് പോയി എന്നും പറഞ്ഞ് വീണ്ടും ഞാനിങ്ങനെ ഇരുന്ന് ഉറങ്ങിയാണ്.
ഇതുപോലെ ഒരു വാച്ച് ഉണ്ടായിരുന്നു. ഈ വാച്ചല്ല, ഒരു വാച്ച് ഉണ്ടായിരുന്നു 7:10. ഞാൻ അപ്പോൾ കടൽ ഇത് എങ്ങനെ കിടക്കണോ, ഈ തറ ഇതുപോലെ കിടക്കുന്ന കടൽ ശാന്തമായിട്ട് ഞാൻ വള്ളത്തിൻ്റെ മീതെ കിടന്ന് ഇങ്ങനെ ചരിഞ്ഞ് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഈ കാത് രണ്ടും, ഇവിടെയെല്ലാം കണ്ണെല്ലാം വീക്കം, കാത് രണ്ടും വെള്ളം കയറി എന്തോ ഒരു വലിയ ഒരു കല്ല് എൻ്റെ ചെവിയുടെ അകത്ത് ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനിങ്ങനെ ചരിഞ്ഞ് കിടന്ന് ഒരു ഏത് സമയമായെന്ന് എനിക്കറിയില്ല, ഒരു സൗണ്ട്, ഒരു അലാറം കേൾക്കുന്നുണ്ട്. ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ വീണ്ടും അവർ ഒരു അലാറം അടിച്ചപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്ത്, ഈ 2 കൈ എടുത്ത് ഇങ്ങനെ അവരെ ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് കപ്പൽ, അപ്പോൾ അവിടെ നിന്ന് അവർ സ്ലോ ആക്കിയാണ് വരുന്നത്. അപ്പോൾ കാരണം ഞാൻ മരിച്ചു കിടന്നിരുന്നെങ്കിൽ അവർ എടുക്കൂല, അവർ ഇട്ടിച്ചിട്ട് പോകും. കാരണം ഓക്കി എന്ന് പറഞ്ഞിട്ട് ലോകം ഒട്ടാകെ പ്രഖ്യാപിച്ചായല്ലോ. അപ്പോൾ അവർ നിർത്തി വന്ന് കറങ്ങി അവർ വന്നു. പെട്ടെന്ന് അവർ എന്ത് ചെയ്ത്, എന്തോ ഒരു വളയം പോലത്തെ ഒരു സാധനം എടുത്ത് എൻ്റെ മീതെ എടുത്ത്, അവിടെ കിടന്ന കപ്പൽ ഇവിടെ ഇട്ട് എൻ്റെ മീതെ എങ്ങനെ വന്ന് വീണെന്ന് എനിക്കറിയില്ല. വന്ന് വീണ് എനിക്ക് ഒരു അറിവ് എന്തോ തട്ടി, ഞാൻ ടക്കെന്ന് ഇങ്ങനെ കൈ പിടിച്ചപ്പോൾ റോപ്പ് തന്നെ കയ്യിൽ കിട്ടി, ചരട്. പിന്നെ ഇത് പിടിച്ച് വെച്ച് അവർ വലിച്ച് പൊക്കി ഇത്രയും പാകം വെള്ളത്തിൻ്റെ മീതെ ഇങ്ങനെ നിൽക്കുകയാണ്, കയ്യുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവർ വലിച്ച് കപ്പലിൻ്റെ അടുത്തെടുത്തു. അപ്പോൾ ഞാൻ കപ്പൽ തള്ളി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കപ്പലിൻ്റെ അടുത്തായപ്പോൾ അവരെന്ത് ചെയ്തു, ഒരു സ്റ്റെപ്പ് ഇറക്കി ഒരാൾ ഇറങ്ങി വന്ന് എന്നെ കൈ പിടിച്ച് പൊക്കിയപ്പോൾ പൊങ്ങണില്ല. കാരണം എനിക്ക് ഇത്രയെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ശക്തി ഇല്ലായിരുന്നു. പിന്നെ അവരെന്ത് ചെയ്ത്, വീണ്ടും ഒരാൾ കൂടെ ഇറങ്ങി 2 പേരായിട്ട് വലിച്ചിളച്ച് മുകളിൽ കൊണ്ടുപോയിട്ട് എൻ്റെ കംപ്ലീറ്റ് ഡ്രസ്സും കത്തിരി കൊണ്ടിട്ട് വെട്ടി കടലിലെടുത്ത് എറിഞ്ഞ്, പിന്നെ ഒരു സീറ്റിൽ എന്നെ കിടത്തി നേരെ കൊണ്ടുപോയി ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് ഒരു പെർമോഡ നിക്കർ ഇട്ട് തന്ന്, പിന്നെ ഒരു ബനിയൻ ഇട്ട് തന്നിട്ട് വേറെ ഒരു സീറ്റിൽ കിടത്തിയിട്ട് ഒരു മടക്ക് കട്ടിൽ വിരിച്ച്, ആ മടക്ക് കട്ടിൽ ഒരു കമ്പിളിയുമായിട്ട് വിരിച്ച് അതിൻ്റെ അകത്ത് തന്നെ ആ കമ്പിളിയിൽ ഷിപ്പ് ഊറ്റി അതിൻ്റെ അകത്ത് തന്നെ എടുത്തു വെച്ച് അതിൻ്റെ അകത്ത് കിടത്തിയിട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ എന്നെ ഇരുത്തി ഒരു 3 വിരലിൻ്റെ കനയിരിക്കും, ഇത്ര നീളമായിരിക്കും, എന്തോ പൊട്ടിച്ച് എൻ്റെ വായിൽ ഒഴിച്ചു തന്നു. അങ്ങനെ 2 പാക്കറ്റ് പൊട്ടിച്ച് ഒഴിച്ചു തന്നു. ഈ ഒഴിച്ചു തന്നപ്പോഴത്തേക്ക് എനിക്ക് ഇത്തിരി ശരീരത്തിന് ഒരു ആരോഗ്യം പോലെ, ഒരു എനർജി. അവിടെ അടുത്ത് ഫോർട്ട് കൊച്ചി ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് അവിടെ എത്തിയപ്പോഴാണ് ഞാൻ നോക്കുന്നത്, ഈ പല ഭാഗത്തുള്ള ആൾക്കാർ അവിടെ കിടക്കുന്നുണ്ട്. ബംഗാളികളും, ഈ ബോട്ടിൽ പോയ ബംഗാളികളും, പിന്നെ ഈ തൂത്തൂര്, ചിന്നത്തോള, തമിഴ്നാട്ടിലുള്ളവർ, നമ്മളുടെ രൂപതയിൽപ്പെട്ട ആൾക്കാരാണ്. ഇവരെല്ലാവരും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴാണ് അറിയുന്നത് ഈ സംഭവം എന്താണെന്ന്. ഒരു കാറ്റും കോളും ലോറൻസിനെ ഉലച്ചില്ല. തീവ്രമായ ദൈവവിശ്വാസം അവനെ ജീവിതത്തിൻ്റെ പച്ചയായ പുൽപ്പരപ്പിലേക്ക് എത്തിച്ചു. ദാവീദിൻ്റെ 23-ാം സങ്കീർത്തനം പറയുന്നത് പോലെ, മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. പക്ഷേ ചുരുക്കി പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ലോകത്തിൽ എന്നെ കൊണ്ടുവന്നത് ദൈവത്തിനാണ്. ഞാൻ ഇപ്പോഴും ദൈവത്തിന് ഞാൻ നന്ദി പറയാൻ വേണ്ടി ഞാൻ കടമപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഞാൻ എപ്പോഴും ഓർക്കും, ഈ വള്ളത്തിൽ ഞാൻ കിടന്ന് ഉറങ്ങിയപ്പോൾ ഈ കപ്പൽ വന്ന് എന്നെ അലാറം അടിച്ച് വിളിച്ചപ്പോൾ ഞാൻ മരിച്ചു കിടന്നിരുന്നെങ്കിൽ ഈ കപ്പൽ പോകുമായിരുന്നല്ലോ. അപ്പോൾ ഈ കപ്പൽ പോകുമ്പോൾ എൻ്റെ ചടലം അങ്ങനെ തന്നെ കിടന്ന് അലിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ ഈ ദൈവം എൻ്റെ ജീവനെ വിട്ടുകൊടുക്കാതെ എന്നെ കരക്കി കൊണ്ടുവന്ന ദൈവത്തിന് ഞാൻ എന്തുമാത്രം ഞാൻ നന്ദി പറയണമെന്നുണ്ട്. ഞാൻ ഇപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ മരണം വരെയും ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടേയിരിക്കും.